Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡെസ്ക് ഡെക്കറാണ്. ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഈ ഒരു ടേബിളിന് ഒരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വാളിൽ കാണുന്ന നോട്ട് പാഡൊന്നും ഞാൻ തൽക്കാലം മാറ്റുന്നില്ല, കാരണം ഇതൊക്കെ എൻ്റെ സ്റ്റഡീസിന് ആവശ്യമായിട്ടുള്ളതാണ്. മേ ബി നെക്സ്റ്റ് ഒരു മേക്ക് ഓവർ വീഡിയോയിൽ കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ ടേബിളിൽ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു വാൾ സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. കോമൺ ആയിട്ട് വൈറ്റ് കളർ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചേക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ ഓർഡർ ചെയ്തേക്കുന്നത് വൈറ്റ് അല്ല. ഈ ഒരു കളർ ഓർഡർ ചെയ്യുന്നതിനുള്ള റീസൺ എൻ്റെ ഒരു വാളിൽ ഒരു റോസ് കളർ ആയതുകൊണ്ട് തന്നെ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ളതാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ മെയിനായിട്ടും എൻ്റെ ക്രാഫ്റ്റ് പരിപാടികളെല്ലാം ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ക്രാഫ്റ്റ് കഴിഞ്ഞാലും ഇതായിരിക്കും ടേബിളിൻ്റെ അവസ്ഥ. എന്നാലും ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് പഴയതുപോലെ തന്നെ ആക്കിയിടും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ ക്രാഫ്റ്റ് വീഡിയോസ് കാണാനും ചെയ്യാനും ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ക്രാഫ്റ്റ് വീഡിയോസിന് മാത്രമായിട്ട് ചാനലിൽ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ അതൊന്ന് കയറി കണ്ടേക്കണേ. ഈ ഒരു വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം എയർ കയറാണ്ട് നോക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ ഒരു കോമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ ടോപ്പിൽ മാത്രമാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇനി ഒരു ടേബിളിൽ കൂടി ഒട്ടിക്കാനുള്ളത് ഈ ഒരു വാൾപേപ്പറിൽ ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാം. ഇതിലാണ് ഞാൻ എൻ്റെ ഹൈലൈറ്റേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ എൻ്റെ പെയിൻറ്റിങ് ബ്രഷ് എല്ലാമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന പെൻ ഹോൾഡറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. സ്കെച്ച് പെൻസ് ആണ് ഞാൻ അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു പൂച്ചക്കുട്ടി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. എഗെയിൻ ഒരു ബോട്ടിൽ ആർട്ട് കൂടി ഈ ഒരു ടേബിളിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ക്യൂട്ട് കലണ്ടർ മേക്കിംഗ് വീഡിയോയും ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണേ. പിന്നെ ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടുലിപ്പ് ഫ്ലവറും അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോട്ടും. പിന്നെ ഇത് ഞാൻ ക്ലേ വെച്ച് ടുലിപ്പ് ഫ്ലവർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു അക്രിലിക് പെയിൻറ്റ്സ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നതേ ഉള്ളൂ. സാധാരണ ഞാനിത് ഇവിടെ അല്ല വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചെയ്ത മേക്ക് ഓവറിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമാണുള്ളത്. ഞാനിപ്പോൾ വെക്കുന്ന ഈ ബുക്സ് എല്ലാം എനിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ടേബിൾ എപ്പോഴും കാണുന്നത്. പിന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരുന്നത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ബുക്സും അതുപോലെ ലാപ്പും ഞാനെടുത്ത് മാറ്റും. എന്നിട്ടാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് എല്ലാം ചെയ്യുന്നത്. എനിക്കെപ്പോഴും ഇങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ടേബിളിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ ആ ഒരു ടേബിളിൻ്റെ ഭംഗി കൂട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.